തിരുവനന്തപുരത്ത് കരമനയിൽ കനത്ത കാറ്റിൽ വ്യാപക നാശം. 4 വീടുകളുടെ മേൽക്കൂര പറന്നുപോയി. നിരവധി വീടുകൾക്ക് കേടുപാടുണ്ടായി. വൻ മരങ്ങൾ കടപുഴകി. മഴയത്ത് കാറ്റടിച്ചായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഷീറ്റിന് സൗണ്ട് കേൾക്കും. അതേപോലെ എന്ന് വിചാരിച്ചു കുറച്ചും വലിയ സൗണ്ടോടെ മൊത്തത്തിൽ ഫ്രെയിമോടെ ഷീറ്റ് ഇറങ്ങി പോകുമായിരുന്നു. ഞാൻ വിളിച്ചിട്ടാണ് എല്ലാവരും അറിഞ്ഞത്. ഞാൻ പുറത്തിറങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും അടുത്ത ഷീറ്റും പറന്നു വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ലൈൻ ഉള്ളതുകൊണ്ട് എനിക്കറിയാം പൊട്ടിയതുകൊണ്ട് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. തിരിച്ച് അകത്ത് കയറി തന്നെ ചേട്ടനെ വിളിച്ചു. അവള് വെളിയിലിറങ്ങാൻ നോക്കിയപ്പോൾ ആ വീട്ടിന്റെ കൂരയാണ് പറന്ന് ഈ കിടക്കുന്നത്. എൻ്റെ ഇതാ അവിടെ കിടക്കുന്നു. അപ്പോൾ അവൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പോസ്റ്റ് വീണതുകൊണ്ട് പിന്നെ അതിനകത്ത് ഇരുന്നിട്ട് ബഹളമായിരുന്നു. പിന്നെ എല്ലാവരും വന്നതിന് ശേഷം കുറച്ച് മാറ്റിയിട്ടാണ് അവള് വെളിയിറങ്ങിയത്. മലപ്പുറത്ത് മണ്ണാർമലയിൽ കാറ്റിലും മഴയിലും വീട് തകർന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. വിവരങ്ങളുമായി സുനീഷയുണ്ട്. സുനീഷ, മഴ 12-ാം തീയതിയോടുകൂടി ശോഷിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നതെങ്കിലും തിരിച്ചാണ് സംഭവിക്കുന്നത്. വീണ്ടും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാവുന്നു. മഴക്കെടുതികളും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ സുനീഷ? അരുൺ, സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമില്ല. ഇനിയും മഴ ശക്തമായി തന്നെ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് 4 ജില്ലകൾക്ക് അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അത് കണ്ണൂർ, കോഴിക്കോട്, ഒപ്പം തന്നെ എറണാകുളം, തൃശൂർ ഈ 4 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കൊല്ലത്തും ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും അലർട്ടുകളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാളെയും 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അത് എറണാകുളത്തും ഒപ്പം ഇടുക്കി ജില്ലയിലുമാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. മറ്റ് 4-6 ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. വരുന്ന ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്. 50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റാണ് പറയുന്നത്. അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടലാക്രമണത്തിന് കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കേരള തീരത്തിലുള്ള മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അത് തുടരുന്നുണ്ട്. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ശക്തമായ മഴ തുടരാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷമാവുകയാണ്. കൃത്യമായി ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണമെന്നുള്ളതാണ് നിലവിൽ നിർദ്ദേശമായി തന്നെ നൽകുന്നത്. അരുൺ, താങ്ക് യു. സുനീഷ ഏലൂരാണ് വിവരങ്ങൾ നൽകിയത്. മഴ